കുറഞ്ഞ ജനന നിരക്ക് മൂലമുണ്ടാകുന്ന ജനസംഖ്യാപരമായ പ്രശ്നങ്ങളെ സമീപിക്കുന്നതിന് യൂറോപ്പ് അതിന്റെ സ്ഥാപന തത്വങ്ങൾ വീണ്ടും കണ്ടെത്തണമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ആഗ്രഹിക്കുന്നുവെന്ന് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയട്രോ പരോളിൻ അഭിമുഖത്തിൽ പറഞ്ഞു. ലക്സംബർഗിലേക്കും ബെൽജിയത്തിലേക്കുമുള്ള യാത്രയ്ക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ പുറപ്പെടുന്നതിനു മുൻപായി വത്തിക്കാൻ മാധ്യമങ്ങളോട് സംസാരിച്ച കർദിനാൾ പ്രത്യാശയുടെ പുണ്യവും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ സഹായത്തെക്കുറിച്ചുള്ള ആഴമായ ബോധ്യവുമില്ലാത്ത അവസ്ഥയെക്കുറിച്ച് വിശ്വാസി സമൂഹത്തെ ഓർമ്മിപ്പിച്ചു. കുടുംബങ്ങളെ സഹായിക്കാനും ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കുകാരാകാൻ കുടുംബങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും അനുവദിക്കുകയും ചെയ്യുന്നതിനും കത്തോലിക്കാ സഭയ്ക്കും ഭരണാധികാരികൾക്കും ഉത്തരവാദിത്വമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ജനന നിരക്കിലെ വലിയ തോതിലെ ഇടിവ് നേരിടാൻ വ്യത്യസ്ത രംഗങ്ങളിലെ പ്രവർത്തനങ്ങൾ അടിയന്തരമാണെന്ന് കർദിനാൾ ചൂണ്ടിക്കാട്ടി. സഭയും സ്റ്റേറ്റുകളും ഇന്റർമീഡിയറ്റ് ഓർഗനൈസേഷനുകളും ഈ പ്രശ്നത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധവാന്മാരാകണമെന്ന് കർദിനാൾ പരോളിൻ പറഞ്ഞു. ആഗോള ജനന നിരക്ക് പതിറ്റാണ്ടുകളായി കുറയുന്നു. ഉയർന്ന ജീവിത നിലവാരമുള്ള വ്യാവസായിക രാജ്യങ്ങളിൽ ഈ പ്രശ്നം പലപ്പോഴും രൂക്ഷമാണ്. അതേസമയം പല വികസ്വര രാജ്യങ്ങളിലും പ്രത്യേകിച്ച് സബ്സഹാറൻ ആഫ്രിക്കയിലും ജനന നിരക്ക് കുതിച്ചുയരുന്നു. ഭൂഖണ്ഡത്തിന്റെ ക്രിസ്തീയ വേരുകൾ വീണ്ടും കണ്ടെത്തണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. യൂറോപ്പിലെ ജനങ്ങൾ ഭൂതകാലത്തിന്റെ വലിയ ദുരന്തങ്ങൾ, പ്രത്യേകിച്ച് രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ അവസാനത്തിലേക്ക് നയിച്ച 30 വർഷങ്ങൾ മറന്നുവെന്നും ദാരുണമായ പിഴവുകളിലേക്ക് തിരികെ വീഴാനുള്ള സാധ്യതയുണ്ടെന്നും കർദിനാൾ പരോളിൻ അഭിപ്രായപ്പെട്ടു. യൂറോപ്പിന്റെ ചരിത്രത്തിൽ ക്രിസ്തീയ വിശ്വാസത്തിനും കത്തോലിക്കാ സഭയ്ക്കുമുള്ള വലിയ പ്രാധാന്യത്തെക്കുറിച്ച് കർദിനാൾ പരോളിൻ വ്യക്തമാക്കി. നിലവിലെ യൂറോപ്യൻ ഭരണഘടനയിൽ ദൈവത്തെക്കുറിച്ചുള്ള ഏതെങ്കിലും പരാമർശം ഒഴിവാക്കാനുള്ള തീരുമാനം യൂറോപ്പിനെ കെട്ടിപ്പടുക്കുന്നതിന് സഹായകമാകാത്ത ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. പരിശുദ്ധ പിതാവിനെ പ്രത്യാശയുടെ തീർത്ഥാടകനെന്ന് വിശേഷിപ്പിച്ച കർദിനാൾ പരോളിൻ മാർപ്പാപ്പയുടെ സന്ദർശനം യൂറോപ്പിനെക്കുറിച്ചും ഇന്ന് യൂറോപ്പിൽ സഭ നിലനിൽക്കുന്ന രീതിയെക്കുറിച്ചും ആഴത്തിലുള്ള പ്രതിഫലനത്തിന് അവസരമൊരുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും കർദിനാൾ പറഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെഖേന ന്യൂസ്.